Hi friends, welcome to Acharya Hub. അപ്പോൾ കൂട്ടുകാരെല്ലാവരും അറിഞ്ഞാലോ സെറ്റ് ജൂലൈ 2025 സെറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. മെയ് 28 ലാസ്റ്റ് ഡേറ്റ്. സെറ്റ് ജൂലൈ 2025 സെറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 28. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പ്രാവശ്യത്തെ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത ഒരു HSST എക്സാമിന് തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന ഒരു സെറ്റ് എക്സാം ആണ്. അപ്പൊ ആ HSST എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാക്ക് ചെയ്യേണ്ടവർക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പൊ അതാണ് ഇപ്രാവശ്യത്തെ സെറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ചിലപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കാം. അപ്പൊ ആ കോമ്പറ്റീഷനിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ്സ് നിങ്ങളുടെ കൂടെ കാണും. അവരുടെ ഒപ്പം നിങ്ങൾക്കും എത്താൻ വേണ്ടിയിട്ട് ഒപ്പം നിൽക്കുന്ന കുറച്ച് ക്ലാസ്സുകളാണ് നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് ഓൾറെഡി ഒരു സെറ്റ് ആസ്പിരൻസിന് അറിയാം, സെറ്റില് 2 പേപ്പേഴ്സ് ഉണ്ടാവും. പേപ്പർ 1 കാണും, പേപ്പർ 2 കാണും. പേപ്പർ 1 നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും നമ്മൾ BEd പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും പേപ്പർ 1 ഉണ്ടാവുന്നത്. പേപ്പർ 2 നമ്മുടെ PGക്ക് ഏതായിരുന്നു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേപ്പർ 2 ഉണ്ടാവുന്നത്. അപ്പോൾ പേപ്പർ 2 സുവോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പേപ്പർ 1 ഉണ്ടാവുന്ന ജനറൽ ക്വസ്റ്റ്യൻസും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, നമ്മുടെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ അകത്ത് കാണും. അപ്പൊ അങ്ങനെയുള്ള സകല ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള പേപ്പർ 1 പേപ്പർ 2 സുവോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ആചാര്യ ഹബ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ സിലബസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഏതാണ്? സുവോളജിയിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സോണമി, ആനിമൽ ഡൈവേഴ്സിറ്റി ആൻഡ് അപ്ലൈഡ് സുവോളജി. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ യൂണിറ്റ് 1 എന്ന് പറയുന്ന സിലബസിലെ യൂണിറ്റ് 1 എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന്, ആ യൂണിറ്റ് 1 കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടാക്സോണമി, ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ പറയുന്നത് ഏതാ? മോഡ്യൂൾ 1 ഏതാണ്? ടാക്സോണമി. അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? ക്ലാസിക്കൽ ടാക്സോണമി എന്താന്ന് പറയുന്നുണ്ട്, മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി, അതായത് ന്യൂമറിക്കൽ, ക്ലാഡിസ്റ്റിക്കൽ, മോളിക്കുലാർ ടാക്സോണമി, ഫൈലോജനറ്റിക് ട്രീ, സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം, ബയോളജിക്കൽ നോമൻക്ലേച്ചർ, കോൺസെപ്റ്റ്സ് ഓഫ് സ്പീഷീസ് ആൻഡ് ഹൈറാർക്കിയൽ ടാക്സ, മോളിക്കുലർ സിസ്റ്റമാറ്റിക്സ്. ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു 3 പോയിന്റ്സുകൾ, ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന ആ പോയിന്റ്സുകൾ എപ്പോഴും സെറ്റിൽ ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് തന്നെ വരുന്ന, എപ്പോഴും സുവോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന ടാക്സോണമി എന്താണ്? ടാക്സോണമി അല്ലെങ്കിൽ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ടാക്സോണമി, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പോർഷൻ ഇല്ലേ, RAPDയും AFLPയും VNTRും ഒക്കെ, അത് നമ്മൾ ബയോടെക്നോളജിയുടെ പോർഷനും അല്ലെങ്കിൽ നമ്മൾ പോകെ മോളിക്കുലർ സെൽ ബയോളജി അങ്ങനെയുള്ള ടോപ്പിക്കുകളിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അവിടെയും എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ അവിടെയും പഠിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മോഡ്യൂൾ 1 മസ്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഈ ആദ്യം കൊടുത്തിരിക്കുന്നതാണ്. ക്ലാസിക്കൽ ടാക്സോണമി എന്താണെന്ന് പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ്, 3 ഡൊമൈൻ സിസ്റ്റം എന്താണ്, ഇതൊക്കെ ആരാണ് പ്രപ്പോസ് ചെയ്തത്, അവർ കൊണ്ടുവന്നിരിക്കുന്ന ബുക്സുകൾ, ഇതെല്ലാം നമ്മൾ നോക്കി വെച്ചിരിക്കണം. നോമൻക്ലേച്ചർ തന്നെ, ബയോളജിക്കൽ നോമൻക്ലേച്ചർ, ICZ എന്നാണ്, ഹോമോനിമി, സിനോണിമി, ലോ ഓഫ് പ്രയോറിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മസ്റ്റ് ആയിട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടാക്സോണമി എന്താന്ന് നോക്കാം നമുക്ക് ആദ്യം. ടാക്സോണമി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. എന്താ പറയുന്നേ? ബ്രാഞ്ചസ് ഓഫ് സയൻസ്, സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. എന്തിനെ പറ്റിയിട്ടുള്ള ബ്രാഞ്ച് ആയിരിക്കും? ആ ബ്രാഞ്ചിൽ എന്തായിരിക്കും ഡീൽ ചെയ്യുന്നത്? ദാറ്റ് ഡീൽസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? നോമൻക്ലേച്ചർ, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം അപ്പോ ഒരു ഓർഗാനിസത്തിന് കിട്ടി, നിങ്ങൾ ട്രക്കിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽഡ് വിസിറ്റിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ഓർഗാനിസത്തിനെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഓർഗാനിസത്തെ എന്ത് ചെയ്യണം? ആദ്യം ഐഡന്റിഫൈ ചെയ്യും അല്ലെ നിങ്ങൾ. ഇത് എന്ത് ഓർഗാനിസം ആണെന്നൊക്കെ നമ്മളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും.
അപ്പൊ അതിനെ എന്ത് ചെയ്തു? നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിന് എന്ത് കൊടുക്കും? ഒരു പേര് കൊടുക്കും. അതാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അതിനെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. നമുക്കറിയാം ഒരു ഓർഗാനിസത്തിന് നമ്മളിങ്ങനെ പല തട്ടുകളായിട്ട് ഇങ്ങനെ ഓരോ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ വഴിയെ പഠിക്കും. അങ്ങനെ പല ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഏത് ലെവലിലാണ് വരുന്നതെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും. നമുക്കൊരു ബുക്കൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് ഏത് ബുക്കാണ്? ലൈബ്രറിയിലൊക്കെ ബുക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലെ? നോവലിന് ഒരു സെറ്റ് കാണും, സ്റ്റോറീസിന് ഒരു സെറ്റ് കാണും, ഷോർട്ട് സ്റ്റോറീസിന് ഒരു സെറ്റ് കാണും, പോയം വെക്കാൻ വേണ്ടിയിട്ട് ഒരു റാക്ക് കാണും, അങ്ങനെ കാണും. അപ്പൊ നമുക്കൊരു ബുക്ക് കിട്ടുമ്പോഴത്തേക്കും ആ ബുക്ക് അതിന്റെ ഏത് ടൈപ്പ് ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെൽഫിൽ വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഓർഗാനിസത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് കീസ് കാണും. അങ്ങനെ ടാക്സോണമിക്കൽ കീസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ നോമൻക്ലേച്ചർ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ടാക്സോണമി എന്ന് വിളിക്കുന്നത്. ഇനി ടാക്സോണമിക്ക് 3 തലങ്ങളാണുള്ളത്. ആൽഫ ടാക്സോണമി ഉണ്ട്. ടാക്സോണമിയുടെ 3 തലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്ന് ആൽഫ ടാക്സോണമി, രണ്ടാമത്തത് ബീറ്റ, ആൽഫ ബീറ്റ, പിന്നെ അടുത്തത് എന്ത് തന്നെയായിരിക്കും? ഗാമ ടാക്സോണമി അല്ലെ? ഗാമ ടാക്സോണമി. ഇപ്പൊ ആൽഫ ടാക്സോണമിയിൽ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ട്രാക്കിങ്ങിന് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു ഓർഗാനിസത്തിനെ കിട്ടി. അതിനെ എന്ത് ചെയ്യുവാണ്? നിങ്ങൾ അതിന്റെ ഫസ്റ്റ് അതിന്റെ മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ നോമൻക്ലേച്ചർ വരെയുള്ള കാര്യങ്ങൾ ഏതാന്നാ പറയണത്? ആൽഫ ടാക്സോണമിയിലാണ് നമ്മൾ പെടുത്തുന്നത്. ഇപ്പൊ ബീറ്റ ടാക്സോണമി എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമ്മൾ എന്താണ്? അതിന്റെ ക്ലാസ്സസ്, അതിന്റെ ഏത് റാങ്ക്, ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പെടുന്നത്, ഏത് ഓർഡറിലാണ് വരുന്നത്, ഏത് ഫാമിലിയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ബീറ്റ ടാക്സോണമി എന്ന് പറയുന്നത്. ഗാമ ടാക്സോണമിയിൽ എന്താ പറയുന്നത്? കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഓർഗാനിസത്തില് എന്തെങ്കിലും അതിന്റെ ആൻസിസ്റ്റർ കാണും അല്ലെ? അപ്പൊ അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതിന്റെ എന്താണ്? എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുന്നതാണ്. അതും കൂടി റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അതിനെ നമ്മൾ അത് ഏത് തലം എത്തി? ടാക്സോണമിയുടെ ഏത് തലമാണ്? ഗാമ ടാക്സോണമി. ഇപ്പൊ ടാക്സോണമിക്ക് തന്നെ 3 ലെവൽസ് ഉണ്ട്. ആൽഫ ടാക്സോണമി ഉണ്ട്, ബീറ്റ ടാക്സോണമി ഉണ്ട്, ഗാമ ടാക്സോണമി ഉണ്ട്. ആൽഫ ടാക്സോണമിയിൽ എന്തേ ചെയ്യുന്നുള്ളൂ? നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു, നോമൻക്ലേച്ചർ ചെയ്യുന്നു, പേര് കൊടുക്കുന്നു. ബീറ്റ ടാക്സോണമിയിൽ അതിനെ റാങ്ക് ചെയ്യുന്നു. അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ്, ഓർഡർ, ഫാമിലി, അങ്ങനെ റാങ്കിങ് സിസ്റ്റം, ഹൈറാർക്കിയൽ സിസ്റ്റത്തിൽ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുന്നു. ഗാമ ടാക്സോണമിയിൽ എന്താ പറയുന്നത്? അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടി നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാമ ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു എവല്യൂഷണറി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ആണ് പറയുന്നത് ടാക്സോണമിയുടെ. അപ്പൊ ഫസ്റ്റ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് ആരാണെന്ന് അറിയാവോ? ഓർഗാനിസംസിനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തത് ആരാണ്? നമ്മുടെ അരിസ്റ്റോട്ടിൽ ആണ്. ആരാ ക്ലാസിഫൈ ചെയ്തേ? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓർഗാനിസത്തിനെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻറ്റു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, മൂവബിൾ അല്ലാത്തത് അല്ലെ? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അങ്ങനെ രണ്ടായിട്ട് ആര് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ? നമ്മുടെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ. അരിസ്റ്റോട്ടിലിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, അരിസ്റ്റോട്ടിലിന്റെ ബുക്കാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോറിയ ആനിമേലിയ. ഈ ബുക്സിന്റെ പേരെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ചിലപ്പോൾ ചോദിക്കാം. ഹിസ്റ്റോറിയ ആനിമേലിയ ആരുടെ ബുക്കാണ്? അരിസ്റ്റോട്ടിലിന്റെ ബുക്കാണ്. ഇനി അപ്പൊ മോഡേൺ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ പിതാവ് ആരാണ്? അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? മോഡേൺ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ലിനേയസ് ആണ്. ആരാണ്? കാൾ ലിനേയസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫാദർ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? ഇനി അദ്ദേഹത്തെ പറ്റിയിട്ട് അതറിയായിരിക്കും. ഈ ഒരു പോയിന്റ് അറിയാവോ എന്ന് നോക്കിക്കേ. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തത് ആരാണ്? നമ്മുടെ കാൾ ലിനേയസ് ആണ്. The word systematics coined by scientist കാൾ ലിനേയസ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഹൈറാർക്കിയൽ
സിസ്റ്റം അല്ലെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു റാങ്ക് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഈ പറഞ്ഞില്ലേ ഓരോ ലെവൽസില്. അപ്പൊ ഏതാ ആദ്യം വരുന്നേ? സ്പീഷ്യസ് ആണ് ലോവസ്റ്റ് ലെവല്. സ്പീഷ്യസ്, ജീനസ്, അങ്ങനെ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. അങ്ങനെ ഏറ്റവും മോസ്റ്റ് വരുന്നത് ഏതാണ്? കിങ്ഡം വരും. അങ്ങനെ വരുന്ന ആ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ആ ഹൈറാർക്കി, ആ റാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നതും ആര് തന്നെയാണ്? നമ്മുടെ കാൾ ലിനേയസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്സും ടാക്സോണമിയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നും കൂടി നമുക്ക് നോക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ് അപ്പോ സിസ്റ്റമാറ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിസ്റ്റമാറ്റിക്സും ടാക്സോണമിയും ഇൻ എ സെൻസ് എന്ത് തന്നെയാണ്? സെയിം ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ സിസ്റ്റമാറ്റിക്സിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അത് ഓഫർ ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ് സ്റ്റഡീസ്, അതായത് എവല്യൂഷനുമായിട്ട് റിലേഷൻഷിപ്പ് ഒരു ഓർഗാനിസത്തിനെ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ആ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്തു? നോമൻക്ലേച്ചർ ചെയ്തു. പിന്നെ അതിനെ എന്ത് ചെയ്യുന്നു? റാങ്കിങ് സിസ്റ്റം, അതിനെ പെർട്ടിക്കുലർ റാങ്കിൽ പെടുത്തുന്നു. പിന്നെ അതിനെ എന്ത് ചെയ്യാണ്? അതിന്റെ റൂട്ട് തപ്പിപ്പോവുക, അതിന്റെ ആൻസിസ്റ്ററിനെ നമ്മൾ തപ്പിപ്പോകുന്നു. അതിന്റെ ആൻസിസ്ട്രൽ റിലേഷൻഷിപ്പും കൂടി നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ആ ബ്രാഞ്ചിനെ നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്ന ടാക്സോണമിയുടെ ഡെഫിനിഷന്റെ കൂടെ എവല്യൂഷണറി ഹിസ്റ്ററി അങ്ങനെ ഒരു വേർഡും കൂടി ചേരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അത് എന്തിന്റെ ഡെഫിനിഷൻ ആണ്? സിസ്റ്റമാറ്റിക്സിന്റെ ഡെഫിനിഷൻ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. സിസ്റ്റമാറ്റിക്സും ടാക്സോണമിയും ഒരു ഇൻ എ സെൻസ് നമ്മൾ എന്താണ് ഇങ്ങനെ ആ വേർഡ്സ് നമ്മൾ ഇന്റർചേഞ്ചിൽ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആണ്. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ആണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ഓർഗാനിസത്തിന്റെയും ആൻസിസ്ട്രൽ ഹിസ്റ്ററിയും കൂടി നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാൻ മറന്നുപോയായിരുന്നു. ഇതിൽ നോക്കിക്കേ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ, അതിൽ ടാക്സോണമി പ്ലസ് എവല്യൂഷൻ ആണ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടാക്സോണമി പ്ലസ് എവല്യൂഷൻ ആണ് എന്തെന്ന് പറയാം നമുക്ക്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്സ് എന്ന് ഡിഫൈൻ ചെയ്തത്, ഇങ്ങനെ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത് ആരാണ്? സിംസൺ ആണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. സിംസൺ ആണ് സിസ്റ്റമാറ്റിക്സ് ആദ്യമായിട്ട്, എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത് സിംസൺ ആണ്. അതുപോലെ തന്നെ ന്യൂ സിസ്റ്റമാറ്റിക്സ്, പുതിയ സിസ്റ്റമാറ്റിക്സ് അല്ലെ, ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്നത് ആരാണ്? ജൂലിയൻ ഹസ്ലി. പുതിയ പ്രിൻസിപ്പിൾസ്, നമ്മുടെ സിസ്റ്റമാറ്റിക്സിലെ പുതിയ പ്രിൻസിപ്പിൾസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ജൂലിയൻ ഹസ്ലി ആണ്. അപ്പൊ ന്യൂ സിസ്റ്റമാറ്റിക്സിന്റെ പിതാവ് ആരാണ്? ജൂലിയൻ ഹസ്ലി ആണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കണം. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു, ടാക്സോണമി. സിസ്റ്റമാറ്റിക്സ് കോയിൻ ചെയ്തത് ആരാന്ന് പറഞ്ഞു? സിംസൺ ആണ്. അപ്പൊ ടാക്സോണമി എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തത് ആരാണെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ. ആരായിരുന്നു? A.P.D. കാൻഡോൾ. A.P.D. കാൻഡോൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. എന്നാണ് 1830 A.P.D. കാൻഡോൾ ആണ് ടാക്സോണമി എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തത്. അത് എന്ത് വേർഡ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഏത് ലാംഗ്വേജ് ആണ്? ഗ്രീക്ക് വേർഡ് ആണ് കേട്ടോ. ഗ്രീക്ക് വേർഡില് അതിൽ എന്താ പറയുന്നത്? ടാക്സിസ്. ടാക്സോണമി derived from two Greek words. ടാക്സിസ് മീൻസ് എന്താണ്? അറേഞ്ച്മെന്റും. ടാക്സിസ് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റും. അതുപോലെ തന്നെ നോമി എന്ന് നോമോസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരുന്നേ? നോമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ലോ ആണ്. അപ്പൊ ലോ ഓഫ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പോ ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. ടാക്സോണമി എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾസ്, അത്ര ഇമ്പോർട്ടന്റ് എങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കണം. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസം. അതാണ് ടാക്സോണമി എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകളായിരുന്നു ഹെസ്
ഹെസ്ലോപ്പ് ആൻഡ് ആരാണ്? ഹാരിസൺ. ആരൊക്കെയാണ്? ഹെസ്ലോപ്പ് ആൻഡ് ഹാരിസൺ. അപ്പൊ അത്രയും കാര്യം എന്ത് ചെയ്തിരിക്കുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ട് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന എങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എന്തെന്ന് പറയുന്നത്? സിസ്റ്റമാ നാച്ചുറേ എന്ന് പറയുന്ന ഒരു ബുക്ക്. എന്നാണ് പബ്ലിഷ് ചെയ്തത്? 1735. ഇതിന്റെ ഓതർ ആരാണ്? കാൾ ലിനേയസിനെ പറ്റിയിട്ട് നമ്മൾ നോമൻക്ലേച്ചറിൽ പറയും, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എങ്കിലും ഇത്രയും കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ ഓർത്ത് വെച്ചേക്കാം. സിസ്റ്റമാ നാച്ചുറേ എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ്? കാൾ ലിനേയസ് ആണ്. എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1735 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വലിച്ചു നീട്ടിയൊന്നും എടുക്കുന്നില്ല. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു ടോപ്പിക്കിൽ നിന്ന് വളരെ കുറച്ച് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. ആദ്യം തന്നെ ആവേശം കയറി വളരെ കൂടുതൽ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആവേശം താറാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ കുറച്ച് മതി. ഇന്നിപ്പോ ഇത്രയും നമ്മൾ നോക്കി വെക്കുക. എന്താണോ പഠിച്ചത് ആ കാര്യം തറവായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ. ഇത് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നെറ്റ് എക്സാം പോലെയൊന്നുമല്ല. സെറ്റ് എക്സാം നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ് ക്ലിയർ ചെയ്യാന്നുള്ളത്. നമ്മൾ കോൺസെപ്റ്റ് അറിഞ്ഞ് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പറ്റാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണം. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഫർദർ ആ മോഡിഫിക്കേഷൻസിനോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് എടുക്കാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആചാര്യ ഹബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കാര്യം കമന്റും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്.